സെക്രട്ടറിമാരെ തന്നെ പഴയ ചീഫ് സെക്രട്ടറിമാരെ തന്നെ വെച്ചുകൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ വരുമ്പോൾ അത് ഗൗരവതരമായ ഒരു കമ്മീഷനായി മാറും. പ്രത്യേകിച്ച് VS അതിനെ നയിക്കുന്ന സാഹചര്യത്തിൽ VS പാർട്ടിയോട് കലഹം നടത്തിയിട്ടുള്ള ആളാണ്, എപ്പോഴും കലഹപ്രിയനാണ് എന്ന് നമുക്കറിയാം. വലിയ നിലവാരത്തിൽ വിഭാഗീയതയുടെ ഒരു ഭൂതകാല സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ചയാളാണ്. ഇതൊക്കെ നമുക്കറിയാം. അദ്ദേഹം തന്നെ തുറുകണ്ണുകളോടെ ഈ ഭരണരംഗത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ നല്ല ഫലങ്ങൾ തരാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപക്ഷെ ഷംസീർ പറഞ്ഞത് മാതിരി നമുക്ക് ഷംസീർ പറഞ്ഞ നിലവാരത്തിൽ നിന്ന് മാറ്റി VS അച്യുതാനന്ദനോട് പാർട്ടി എങ്ങനെയുള്ള സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്? ഇത്രത്തോളം കലഹപ്രിയത കാട്ടിയിട്ടുള്ള, എന്താ പറയുക, നിർണായക നിമിഷങ്ങളിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ പാർട്ടിയുടെ സ്ഥാപക നേതാവിനോട് ഇത്രമാത്രം വിനീത സ്വഭാവത്തോടെ, ഇത്രമാത്രം ഉദാര സ്വഭാവത്തോടെ അദ്ദേഹത്തിൻ്റെ പൊസിഷനെ അംഗീകരിച്ചുകൊണ്ട് പെരുമാറിയ ഒരു പാർട്ടി വേറെ ഉണ്ടാകില്ല കേരള പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ. അതേമാതിരി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം, അല്ലെങ്കിൽ അദ്ദേഹം അർഹിക്കുന്നത് എന്ന് പാർട്ടിക്ക് തോന്നുന്ന ഒരു സ്ഥാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു. അതിനെയാണ് വാഴക്കൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആദർശശുദ്ധി നഷ്ടപ്പെട്ടുവെന്ന്. വാഴക്കനത് പറയുമ്പോൾ വലിയൊരളവോളം മലയാളികൾ അങ്ങനെ കരുതുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കാരണം അദ്ദേഹം ഇതപര്യന്തം വാഴക്കൻ പറഞ്ഞത് മാതിരി തന്നെ മാധ്യമ സൃഷ്ടമായ ഒരു പ്രതിച്ഛായയുടെ മറവിൽ എപ്പോഴും പരിശോധിക്കുക, VS അച്യുതാനന്ദൻ ഒരു ബഹുജനപ്രിയനായ നേതാവായത് അദ്ദേഹത്തിന് അധികാരവും മാധ്യമങ്ങളുടെ പിന്തുണയും ഉണ്ടായ കാലം മുതലാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം, ആ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനവും പ്ലസ് മീഡിയ ഹൈപ്പ്, ഇത് രണ്ടും കൂടി ചേർന്നാണല്ലോ അദ്ദേഹം ഒരു വ്യത്യസ്തനായ ഒരു നേതാവായി മാറിയത്. അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് പത്രങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കാം. CPMൻ്റെ വിമർശകൻ എന്ന നിലയ്ക്ക് ആ രണ്ട് ഘടകങ്ങൾ നിലനിർത്തുക തന്നെയാണ് VS അച്യുതാനന്ദൻ മുൻകാലഘട്ടങ്ങളിലെ പോലെ ഇപ്പോഴും ചെയ്യുന്നത്. അതിൻ്റെ ആദർശശുദ്ധി ഒന്നും നോക്കരുത്. ആദർശശുദ്ധി നോക്കിയാൽ കൃത്യമായും മാധ്യമസൃഷ്ടമായ ആദർശശുദ്ധിയുടെ പശ്ചാത്തലത്തിലാണ് നോക്കുന്നതെങ്കിൽ വേണു കൃത്യമായും വാഴക്കൻ പറഞ്ഞ കാര്യത്തോട് അംഗീകരിക്കുന്ന ജനത ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിനൊക്കെ അപ്പുറത്തൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഷംസീറോടും പിയേഴ്സനോടും. കാര്യം രണ്ടുപേർക്കും കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇടപെടുന്നത്, ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെ വ്യവസ്ഥയിൽ ഇടപെടുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായാണ്. അപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് CPM അടക്കമുള്ള പാർട്ടികൾ നിലനിർത്തിയിരിക്കുന്നത് ഈ പാർലമെൻ്ററി വ്യാമോഹം പാടില്ല എന്നാണ്. പാർലമെൻ്ററി വ്യാമോഹം മുക്തമായ കമ്മ്യൂണിസ്റ്റുകൾ പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ അത് വിപ്ലവകരമാകുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ അംഗീകാരവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇതൊരു പാർലമെൻ്ററി വ്യാമോഹം തന്നെയാണ് എന്നൊരു വിഭാഗം പറഞ്ഞാൽ, ജോസഫ് വാഴക്കൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞാൽ, കോൺഗ്രസ്സുകാരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലും ചെറിയ തെറ്റുകളാണല്ലോ ഇതല്ല എന്ന് ഷംസീറിനെ പോലെയുള്ള ആൾക്കാർക്ക് പറഞ്ഞ് തൽക്കാലം ഈ കാര്യം പരിഹരിക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് നിലനിൽക്കത്തക്ക ഒരു വാദമാണോ, അതുമാത്രമല്ല ഒരു ശരിയായ കീഴ്വഴക്കമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും, പറയും ആളുകൾ ഇനിയും. ശ്രീ ഷംസീർ, അതിനുള്ള മറുപടി. ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ. അതിൻ്റെ തലപ്പത്ത് ആര് വരണം എന്നുള്ളത് പാർട്ടി കൂട്ടായ്മയോടുകൂടി ഇരുന്ന് ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അനുഭവ സമ്പത്തുള്ള ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ്റെ നേരത്തെയുള്ള ചെയർമാൻമാർ ഒന്ന് EMS ആയിരുന്നു, മറ്റൊന്ന് നായനാരായിരുന്നു. അപ്പോൾ EMSനോടൊപ്പം തുലനം ചെയ്യാൻ സാധിക്കുന്ന, നായനാരോടൊപ്പം തുലനം ചെയ്യാൻ സാധിക്കുന്ന ഇന്ന് കേരളത്തിലെ പാർട്ടിക്കകത്ത് ജീവിച്ചിരിക്കുന്ന നേതാവ് സഖാവ് VS ആണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേരല്ലാതെ മറ്റൊരു പേര് ഓപ്റ്റ് ചെയ്യാൻ പാർട്ടിക്കാവില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. അത് എന്തെങ്കിലും തരത്തിൽ പാർലമെൻ്ററി വ്യാമോഹമാണെന്ന രീതിയിലേക്കൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. അത് ഭരണരംഗത്തുള്ള പല കാര്യങ്ങളും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് VSനെ പോലുള്ള ഒരാളുടെ അനുഭവ സമ്പത്ത് അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായി മാത്രമാണ് VSനെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചതും. അതോടൊപ്പം അതിനകത്ത് ഇവിടെ നിങ്ങൾ തന്നെ അംഗീകരിച്ചു, 2 IAS ഓഫീസർമാർ, റിട്ടയർഡായ 2 IAS ഓഫീസർമാർ, ചീഫ് സെക്രട്ടറിമാരായ ആളുകൾ, അവരുടെ കൂടി ഇതൊരു ബ്ലെൻഡാണ്, എല്ലാവരുടെയും കൂടി ഒത്തുചേരുമ്പോഴാണ്
ഒരു കേരളത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം, കേരളത്തിലെ സിവിൽ സർവീസിനകത്ത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകണം എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുപ്രവർത്തകന്മാർ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു കമ്മീഷനെ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതിന് ബാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ആളുകൾ ഇത്തരം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതിനോട് ഒരു CPIM പക്ഷത്ത് നിൽക്കുന്ന CPIMന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നത് മാത്രമായി സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. കണക്കുകൾ നിരത്തിയാണ് ഷംസീർ ഈ ധൂർത്തിന്റെ കാര്യത്തിൽ മറുപടി പറഞ്ഞത്. അല്ല, ഞാൻ ഷംസീറിനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഷംസീർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ ഒരു വ്യക്തി പോലും സാധാരണ ജനങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ശ്രീ അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാനിഫെസ്റ്റോയിൽ ഇത് എഴുതി വെച്ചതെന്ന് അവരാരും ധരിച്ചിട്ടില്ല. അവരങ്ങനെ ധരിച്ചിരുന്നു ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഈ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാക്കാനാണ് പോകുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇതായിരിക്കുമായിരുന്നില്ല. ഞാൻ 100% വിശ്വസിക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾ കാണിച്ചത് ശ്രീ അച്യുതാനന്ദനെ മുൻപിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. അന്ന് ഒരു വ്യക്തിയും വിശ്വസിച്ചിരുന്നില്ല ഇദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് ഈ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അച്യുതാനന്ദനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. സാധാരണ ഇത് വായിച്ചു നോക്കുന്ന ആളുകൾ ഓർത്ത് കാണും ഭരണത്തെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ വെച്ചുകൊണ്ടൊരു കമ്മീഷൻ രൂപീകരിക്കും എന്നുള്ളതല്ലാതെ ഇങ്ങനൊരു കൊടുംചെതി ചെയ്യാൻ വളരെ ബോധപൂർവമായി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്ലാൻ ചെയ്തിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അത് ജനങ്ങളെ നിങ്ങൾ വളരെ ബുദ്ധിപരമായി കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ചെലവിൻ്റെ കാര്യം പറഞ്ഞു. 21 മന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ 20 ആക്കി, അത്രയും വ്യത്യാസമല്ലേ ഉള്ളൂ. അതിനല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന 2 എണ്ണം. ഈ 3 പേര് അത് ആരാ വന്നിരിക്കുന്നത്? 3 പേരാണ് വന്നിരിക്കുന്നത്. അച്യുതാനന്ദൻ മാത്രമല്ല, മറ്റ് 2 ചീഫ് സെക്രട്ടറിമാർ. അവരുടെ ശമ്പളം എത്രയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? 2 ലക്ഷം രൂപയെങ്കിലും മാസം കൊടുക്കണം. ഇതൊക്കെ നിർത്തിപ്പോയ ആളുകളാണ്. അവർക്ക് 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാം. മാത്രമല്ല അവരുടെയും കൂടെ കാണും സ്റ്റാഫ്. അച്യുതാനന്ദൻ്റെ കൂടെ 25 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ 2 പേരുടെയും കൂടെ കാണും ഒരു 70 സ്റ്റാഫ്. ഇതെല്ലാം കൂടി ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ ഭരണപരിഷ്കാര കമ്മീഷനെ നിങ്ങൾ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടോ? 3 വർഷത്തിനുള്ള റിപ്പോർട്ട് വേണം, അല്ലെ 2 വർഷത്തിനുള്ള റിപ്പോർട്ട് വേണം, അല്ലെ 5 വർഷത്തിനകം റിപ്പോർട്ട് വേണം. കാലാവധി പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് അനന്തമാണ്. അച്യുതാനന്ദനെ നിങ്ങൾക്ക് എത്ര കാലം ഒതുക്കണമോ അല്ലെങ്കിൽ എത്ര കാലം മാറ്റി നിർത്തണമോ ആ കാലം വരെ ഇത് തുടരും എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ. അതിനൊക്കെ സംസ്ഥാനത്തിൻ്റെ ഈ ഖജനാവ് തന്നെ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. ആദർശം ഒന്നും പറയല്ലേ. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച കാര്യം ഒരിക്കൽ കൂടി, രാഷ്ട്രീയമായി എങ്ങനെ VSനെ നിർവചിച്ചിരിക്കുന്നു ഈ പാർട്ടി? അതൊരു കാതലായ പ്രശ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് VS. അതാണിപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. കലഹപ്രിയനാണ് VS. എന്നിട്ടും ഉദാരതയോടെ പാർട്ടി അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയാണ്. ഇപ്പോൾ വലതുപക്ഷത്തുള്ള ആളുകൾ പറയുന്നുവെങ്കിൽ അത് വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾക്ക് ഇട നൽകുന്നത് VSന്റെ രാഷ്ട്രീയത്തെ ചുരണ്ടിക്കളയലാണ്, ഇല്ലാതാക്കലാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ഈ പാർട്ടി ചെയ്തിരിക്കുന്നു. നമുക്കറിയുന്നത് പോലെ VS ഷംസീർ ചൂണ്ടിക്കാട്ടുന്ന ഈ പദവിയിലേക്ക് ഒരു ഘട്ടത്തിലും ആഗ്രഹപ്രകടനം നടത്തിയിട്ടില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും VS അച്യുതാനന്ദൻ്റെ ആവശ്യം രാഷ്ട്രീയ തട്ടകമായിരുന്നു. ഒന്നുകിൽ ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനം, സർക്കാരിൻ്റെ ഉപദേശക സ്ഥാനം, ധാരാളം ഉപദേശകരുണ്ടല്ലോ, അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതെല്ലാം ഏത് രൂപത്തിലാണ് വന്നത് എന്നും ഘടകം വേണമെന്ന്. അപ്പോൾ രാഷ്ട്രീയമായി ഉള്ള സ്വയം നിർവചനം, അതിന് ഈ പാർട്ടി ഏത് രൂപത്തിലാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ദാ ഇടതുമുന്നണിയിലേക്കും പോകാൻ കഴിയില്ല. ഇടതുമുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് VS അച്യുതാനന്ദനെ മാറ്റിയത്. പിണറായി വിജയനാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഗീതാ ഗോപിനാഥിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. അത് VS എങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തി? ഒരു കത്തയച്ചു, വേറെ വഴിയില്ല. സെക്രട്ടേറിയറ്റിൽ പോയി പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനമാണ് എന്ന് കോടിയേരി പറഞ്ഞത് പിന്നീട് കൊച്ചിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സൗകര്യപൂർവ്വം പറഞ്ഞപ്പോൾ മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് കത്തിലേക്ക് മാത്രമായി അദ്ദേഹത്തിന് ചുരുങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ നിർബന്ധപൂർവം മായ്ച്ചു കളയപ്പെടുന്നത്? ശ്രീ NM പിയേഴ്സൺ.
അല്ല, കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് VS ഇടപെടുമ്പോഴാണ് ജനങ്ങൾ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിരുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിന് മാധ്യമങ്ങളുടെ സഹായമുണ്ടായോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. മാധ്യമങ്ങൾ അതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ജനപ്രിയതയുടെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ ഇച്ഛയുടെ അടിസ്ഥാനത്തിലും തന്നെയാണ്. ഇപ്പം ജനങ്ങളുടെ ഇച്ഛ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സമൂഹത്തെ മുഴുവനുമായിട്ട് ചലിപ്പിക്കുക എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ജോലിയാണ് VS അച്യുതാനന്ദൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നിർവഹിക്കുന്ന സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് CPM-ൻ്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് അതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊന്നും മാറ്റി നിർത്തിക്കൊണ്ട് VS-നെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല എന്നാണ് നമുക്കറിയാവുന്നൊരു കാര്യം. കാരണം എങ്ങനെയാണ് VS ഇടപെടുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 കാര്യത്തിലും ഈ പ്രശ്നമുണ്ട്. ഈ 3 വിഷയവും 2 മാസമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പക്ഷേ ഏതാണ്ട് 2 വർഷക്കാലമായത് പോലെയുള്ള പഴക്കം ആ മിനിസ്റ്റർക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം എടുക്കേണ്ട തരത്തിലുള്ളതായിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങൾ ആ മന്ത്രിസഭയുടെ നേതൃത്വം എടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷം വളരെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതായ ഒരു കാര്യത്തിൽ, ഒരു കേസിൽ, കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കേസിൽ MK ദാമോദരൻ എന്ന് പറയുന്നതായിട്ടുള്ള വക്കീലിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ അട്ടിമറിച്ചു എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ VS വളരെ അസ്വസ്ഥതയോടെ സമൂഹത്തോട് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള നിയോ ലിബറൽ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുള്ളതായിട്ടുള്ള വളരെ പ്രഗത്ഭയായിട്ടുള്ള നിയോ ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള ഗീതയെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഇടതുപക്ഷത്തിന് വിനാശകരമായി തീരാൻ സാധ്യതയുള്ള എന്ന കാര്യം അദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് വന്നതും പൊതുവേദിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ കാര്യം, കേരളത്തിൽ എത്ര ദിവസമായി മാധ്യമങ്ങളും അതേപോലെ തന്നെ വക്കീലുമാരും കൂടി നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കും. ആ പോരാട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് എതിരായ രീതിയിൽ വക്കീൽ സമൂഹം മുഴുവനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പലതരത്തിലായിട്ടുള്ള ശക്തികളുടെ രൂപത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ വിധ്വംസ ശക്തികൾ പ്രവർത്തിച്ചപ്പോൾ നിശബ്ദരായും നിഷ്പക്ഷമായിട്ടും ഭരണകൂടം നിൽക്കുന്നതിനെതിരെ സംസാരിച്ചത് VS ആണ്. ഈ തരത്തിലുള്ള സംഭാഷണമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ആ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇടങ്ങൾ വലിയ തരത്തിൽ കണ്ടെത്താനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലെത്തിയാലും അതിൽ നിന്ന് അദ്ദേഹം മാറും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പദവികൾ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയല്ല, പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പ്രജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ഒരുപക്ഷെ അത്തരത്തിലുള്ള അധികാരത്തിൻ്റെ സുഖമനുഭവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന